സോദരരെ സല്യൂട്ട്. കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിന്റെ ഒരു ലേഖക എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചു, ആറ്റുകാൽ പൊങ്കാല നടക്കുകയാണല്ലോ, അപ്പം മാഡത്തിന്റെ പൊങ്കാല അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഞാനൊരു ലേഖനം പോലെ പത്രത്തിലൂടെ എഴുതാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട് പല വിശിഷ്ട വനിതാ രത്നങ്ങളുടെയും സിനിമാ നടിമാരുടെയും ഒക്കെ ആറ്റുകാൽ പൊങ്കാല അനുഭവങ്ങൾ പത്രത്തിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞ, കുട്ടി എനിക്ക് തോന്നുന്നു ചെറിയ പ്രായമാണെന്ന് തോന്നുന്നു, ആ കുട്ടിക്ക് എൻ്റെ കൃത്യമായിട്ട് എന്നെക്കുറിച്ച് അറിയില്ലായിരിക്കും. കാരണം ഞാൻ പൊങ്കാല ഇടാറുണ്ടായിരുന്നു എന്നുള്ളത് പണ്ട് തൊട്ടേ എഴുതാറുള്ളതാണ്, പത്രങ്ങളിലൊക്കെ ഞാൻ പൊങ്കാല ഇടുന്ന പടമൊക്കെ വരാറുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ പൊങ്കാല ഇടാറില്ല എന്നുള്ള കാര്യം ആ കുട്ടിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്നെ വിളിച്ചതെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, കുട്ടിക്ക് അറിയാമോ ഞാൻ ഈ പൊങ്കാല ഇടാത്ത കാരണം എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പത്രത്തിലൂടെ അത് പ്രസിദ്ധീകരിക്കില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീടാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഞാൻ അത് എൻ്റെ ചാനലിലൂടെ നിങ്ങളുമായിട്ട് നേരിട്ട് പങ്കുവെച്ചു കൂടാ എന്ന്. കാരണം ഇതൊരു നല്ല അനുഭവമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഇതേക്കുറിച്ച് പറയാനുമുണ്ട്. ആദ്യമേ തന്നെ അടിവരയിട്ട് പറയട്ടെ, ഞാനൊരു തികഞ്ഞ ദൈവവിശ്വാസിയാണ്, ഭക്തിയുണ്ട്. അമ്പലങ്ങളിലൊന്നും ഇപ്പൊ ഈയിടെയായിട്ട് പോകാറില്ല. ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ജനിച്ചു വളരുന്ന അന്തരീക്ഷം അനുസരിച്ചാണല്ലോ നമ്മുടെ വിശ്വാസങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. അപ്പൊ അച്ഛനും അമ്മയും തികഞ്ഞ ദൈവഭക്തരായതുകൊണ്ട് അവർ പഠിപ്പിച്ചതെല്ലാം ദൈവത്തെ വിശ്വസിക്കാനും പഴയ കഥകളും പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ എന്നും വൈകിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് ഉറക്ക സന്ധ്യാനാമം ചൊല്ലുന്ന ഒരു ശീലം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പൊ ഉറക്ക ജപിക്കും, മന്ത്രങ്ങളും ശ്ലോകങ്ങളും ഗാനങ്ങളും ഒക്കെ 1 മണിക്കൂറോ 3/4 മണിക്കൂറോളം ഞങ്ങൾ ഉറക്ക ജപിക്കുന്നത് അമ്മയ്ക്ക് അടുക്കളയിൽ നിന്നാലും അച്ഛൻ എവിടെ നിന്നാലും കേൾക്കണമായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്ത് ശീലിച്ചിട്ടുള്ളവരാണ് ഞങ്ങള്. എല്ലാ അമ്പലങ്ങളിലും പണ്ടൊക്കെ പോകുമ്പോൾ അവരുടെ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഈ ആറ്റുകാൽ എന്ന് പറയുന്ന അമ്പലത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഒരു 12-15 വയസ്സ് വരെ ഞാൻ ഈ അമ്പലം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രായത്തിൽ 15 വയസ്സോ 14 വയസ്സോ ഒക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചി, ജോലിക്കാരി ചേച്ചി, അവരും പിന്നെ അതുപോലെ ഒരു അമ്മാവന്റെ മുടിയൊക്കെ വെട്ടാൻ വരുന്ന കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കിഷൈ എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. അപ്പൊ കൃഷ്ണൻ വന്ന് പറയും, എന്റെ അമ്മച്ചിയും എന്റെ ഭാര്യയൊക്കെ പോയി ഇട്ടോണ്ട് വന്ന പൊങ്കാല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കൊണ്ട് തരും. അപ്പൊ എവിടുന്ന് പൊങ്കാല? ഇപ്പൊ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരി ചേച്ചിയും കൊണ്ടുവന്ന് തരും. ഇപ്പൊ പൊങ്കാല പൊങ്കാല എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് തമിഴ്നാട്ടിലെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. കാരണം പൊങ്കാല എന്ന് പറയുന്ന ഒരു തമിഴ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത്. അരിയൊക്കെ ഇട്ടിങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഉപ്പുമാവിന് പകരം ഒരു അതുപോലെയൊക്കെ ഇരിക്കുന്ന ഒരു സാധനമാണ് പൊങ്കൽ എന്ന് പറയുന്നത്. പൊങ്കൽ അവർക്ക് വലിയ ഫെസ്റ്റിവലുമാണ്. മാട്ടുപൊങ്കൽ, മകരപ്പൊങ്കൽ എന്നൊക്കെ പറയുന്ന വലിയ ഫെസ്റ്റിവൽ ആണത്. തമിഴ്നാട്ടിലെ ഏതെങ്കിലും അമ്പലത്തിലായിരിക്കും. എവിടുന്നാ നിങ്ങൾ ഇടുന്നതെന്ന് ചോദിച്ചാൽ പറയും ആറ്റുക എന്നൊക്കെ പറയും. അപ്പൊ എന്താണ് ഈ ആറ്റുക, എന്താണ് ഈ ആറ്റുക? അങ്ങനെയാണ് ഇപ്പോഴും തിരുവനന്തപുരത്തുകാർ ആ ക്ഷേത്രത്തെ കുറിച്ച് ഇപ്പോഴും വിശേഷിപ്പിക്കുന്ന. ആറ്റുകാൽ എന്ന് പറയാറില്ല, ആറ്റുക കോവിൽ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ആറ്റുകാൽ എന്ന് കുറെ നാളും കൂടെ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. കരമനയിലുള്ള കിള്ളിയാറ് നെടുമങ്ങാട് നിന്ന് ഇങ്ങനെ ഒഴുകി വന്ന് കരമന ആറിലേക്ക് ലയിക്കുന്ന ഒരു ട്രിബ്യൂട്ടറിയാണ്. കിള്ളിയാറിന്റെ കരയിലുള്ള ഒരു കുഞ്ഞമ്പലമാണ് ആറ്റുകാൽ ക്ഷേത്രം. പണ്ട് കുഞ്ഞായിരുന്നു, ഇപ്പൊ അത് ഭയങ്കര വലുതായി. ആറ്റ് എന്ന് പറയുന്ന ആറിനെ നമ്മൾ ആറ്റെന്നും പറയുമല്ലോ, ആറ്റുമണൽ എന്നൊക്കെ പറയില്ലേ, ആലുവ മണൽപ്പുറം ആറ്റ് എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ആ ആറ്റിന്റെ കരയിലുള്ള ഒരു കല്ല് ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. അതിന്റെ പുറത്ത് അല്ലെങ്കിൽ ആ കല്ല് പ്രതിഷ്ഠിച്ചുണ്ടായ ഒരു അമ്പലമാണ് ആറ്റുകാൽ എന്ന് ഒരു ഐതിഹ്യമുണ്ട്. അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞ ഭദ്രകാളിയാണ്. ഭദ്രകാളി എന്ന് പറഞ്ഞ ശിവന്റെ 3-ാം തൃക്കണ്ണിൽ നിന്ന് ഉത്ഭവിച്ച ശക്തിയാണ്. തിന്മകളെ ഉന്മൂലനാശനം ചെയ്യാനായി ഗാരികാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ നിഗ്രഹിക്കാനായിട്ട് ശിവൻ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഭൂതഗണങ്ങളെയൊക്കെ വിടും. ഭൂതഗണങ്ങൾക്ക് പറ്റാത്തപ്പോൾ ശിവന്റെ തന്നെ മുക്കണ്ണിൽ നിന്ന് ജന്മം കൊണ്ടതാണ് ഭദ്രകാളി എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഭദ്രകാളി പോയിട്ടാണ് ഈ ദാരിക നിഗ്രഹം നടത്തിയിട്ട് വന്നത്. അപ്പൊ തിന്മ അല്ലെങ്കിൽ ദുഷ്ടമായിട്ടുള്ള എല്ലാം, വളരെ മോശമായിട്ടുള്ളതെല്ലാം സമൂഹത്തിൽ നിന്ന് ഉന്മൂലനാശനം ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി വിഗ്രഹമാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. അപ്പൊ ഭദ്രകാളി ക്ഷേത്രമായിട്ടാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം അറിഞ്ഞിരുന്നത്. പിന്നീട് കുറെ നാളുകൂടെ കഴിഞ്ഞ് എനിക്ക് 18-19 വയസ്സൊക്കെ ആയപ്പോഴേക്കും വേറൊരു കഥയും കൂടെ കേൾക്കാൻ തുടങ്ങി. അത് കണ്ണകി ആണ് അവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ളത്. പക്ഷെ അതെനിക്ക് വിശ്വാസമില്ല. കാരണം കണ്ണകി അറിയാലോ, ശരിക്കുമുള്ള ഒരു ആളായിരുന്നില്ല, ഒരു ദൈവമായിരുന്നില്ല. ഇളങ്കോ വടികൾ എന്ന് പറയുന്ന ഒരു തമിഴ് കവി, അദ്ദേഹത്തിന്റെ കാവ്യത്തിലുള്ള ഒരു കഥാപാത്രമാണ് കണ്ണകി. ഈ കണ്ണകി ശരിക്കും ജീവിച്ചിരുന്നതാണോ, ഹിസ്റ്റോറിക്കൽ ഫിഗർ ആണോ, കഥാപാത്രം മാത്രമാണോ, എന്തുകൊണ്ടാണ് ദൈവമായിട്ട് കണക്കാക്കുന്നത്, ഇതൊന്നും എനിക്കറിയില്ല. ചോദിക്കാൻ വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ തർക്കിക്കാം, കുഴപ്പമില്ല. പക്ഷെ കണ്ണകി എന്ന് പറയുന്ന ഈ കഥാപാത്രം വളരെ ഒരു വീക്ക് ഒരു സ്ത്രീയാണ്. വീക്ക് എന്ന് പറഞ്ഞാൽ ഒരു നിസ്സഹായയായിട്ടുള്ള
ഭർത്താവെന്ന് പറഞ്ഞ ചാവാൻ നിൽക്കുന്ന, എന്ത് ദുഷ്ടത്തരം കാണിക്കുന്ന ഭർത്താവാണെങ്കിലും പതിവ്രത എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു തരം സ്ത്രീകളുണ്ടല്ലോ. കള്ളു കുടിച്ചാലും സഹിക്കും, അടിച്ചാലും സഹിക്കും, പരസ്ത്രീ ബന്ധമാണെങ്കിലും സഹിക്കും. അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് കണ്ണകി ആ കഥയില്. അതിനകത്ത് കണ്ണകി വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ആളുടെ മകളാണ്, 16 വയസ്സം കണ്ടുള്ള. അപ്പം കോവലൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. വളരെ സന്തോഷമായിട്ട് ജീവിച്ചു. കാരണം കണ്ണകി ഇഷ്ടംപോലെ സ്ത്രീധനം കൊടുത്തിട്ടാണ് കല്യാണം നടത്തിയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കോവലൻ ഒരു മാധവി എന്ന് മറ്റേ പേരുള്ള ഒരു നൃത്തക്കാരിയുമായിട്ട് സ്നേഹത്തിലായി. ഉള്ള സ്വത്തും പണവും എല്ലാം കൂടെ കൊണ്ട് മാധവിക്ക് കൊടുത്തു. മാധവിയുടെ കീഴിൽ ഇരുന്നുകൊണ്ട് അയാൾ എല്ലാ വൃത്തികേടുകളും കാണിച്ചു, മദ്യപിച്ചു, എല്ലാം നശിപ്പിച്ചു. അവസാനം മാധവി ഇട്ടിട്ട് പോയി. അങ്ങനെ മാധവി ഇട്ടിട്ട് പോയ സ്ഥിതിക്ക് അയാൾക്ക് വേറൊരിടത്ത് പോകാനില്ലാത്തതുകൊണ്ട് തിരിച്ച് കണ്ണകിയുടെ അടുത്ത് വന്നു. കണ്ണകി പതിവ്രത ആയതുകൊണ്ട് അയാളെ തിരിച്ച് സ്വീകരിച്ചു. ആ സമയം കൊണ്ട് കണ്ണകിക്ക് പോകാൻ സ്ഥലമില്ലാതെ ഒരു ജൈന മുനിയുടെ ഏതോ ഒരു ആശ്രമത്തിൽ താമസിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇളങ്കോവടികൾക്ക് ജൈന മുനികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നും പിന്നീട് ഒരു ചരിത്ര പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തായാലും കണ്ണകിയും കോവലനും കൂടെ അവിടെ താമസിക്കുമ്പോൾ കോവലൻ പറഞ്ഞു, നമുക്ക് ഇവിടെ നിൽക്കേണ്ട, നമുക്ക് വീണ്ടും ബിസിനസ് ഒക്കെ തുടങ്ങി വീണ്ടും പഴയതുപോലെ പ്രതാപത്തിലേക്ക് പോവാം, നീ നിന്റെ ആഭരണങ്ങൾ ഇതാ ഞാൻ കൊണ്ടുപോയി വിൽക്കാം എന്ന് പറഞ്ഞിങ്ങനെ കണ്ണകിയുടെ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. അവശേഷിക്കുന്ന ആഭരണങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി. അതിൽ ഒരു ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ രാജ്യത്തെ മധുര രാജ്യത്തെ രാജാവ് നെടുഞ്ചെഴിയൻ എന്നാണ് പറയുന്നത്. അപ്പൊ നെടുഞ്ചെഴിയൻ എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേരാണെന്നാണ് എന്റെ കണക്ക് കൂട്ടൽ, ശരിക്കുള്ള പേരല്ല. കാരണം നെടുഞ്ചെഴിയന്മാർ എന്ന് പറയുന്നുണ്ട്, 1, 2, 3 എന്നൊക്കെ പറഞ്ഞ നമ്പേഴ്സ് ഉണ്ട്. സാർ എന്നൊക്കെ റഷ്യയിലെ ആൾക്കാരെ പറയുന്നത് പോലെ. അപ്പൊ അങ്ങനെ ഈ നെടുഞ്ചെഴിയൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിന്റെ പത്നിയുടെ രാജ്ഞിയുടെ ചിലമ്പ് മോഷണം പോയതുകൊണ്ട് എല്ലായിടത്തും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ കോവലം കൊണ്ടുവന്ന് ഒരു ചിലമ്പ് വിൽക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഭടന്മാര് പിടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് ആ ചിലമ്പാണ് എന്ന് രാജ്ഞി പറയുകയും അയാളെ കഴുത്ത് വെട്ടി കൊല്ലുകയും ചെയ്യും. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞ് കണ്ണകി രണ്ടാമത്തെ ചിലമ്പ് കണ്ണകിയുടെ കയ്യിലുണ്ടായിരുന്ന എടുത്തുകൊണ്ട് പോയി രാജാവിന്റെ അടുത്ത് ചെന്ന്, അതങ്ങനെ ഒരു സ്ത്രീക്ക് സാധാരണ ഈ രാജാവിന്റെ അടുത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലാൻ പറ്റുമോ, രോഷം പൂണ്ടുകൊണ്ട് ചെല്ലാൻ ഫ്രീ ആയിട്ട് ചെല്ലാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതാണ് കഥ. അപ്പൊ രാജ്ഞിയുടെ അടുത്ത് ചോദിക്കുന്നു, നിന്റെ ചിലമ്പിനകത്ത്, കളവ് പോയ ചിലമ്പിനകത്ത് ഉണ്ടായിരുന്ന കിലുങ്ങുന്ന സാധനം എന്താണെന്ന് ചോദിച്ചപ്പോൾ രാജ്ഞി പറയുന്നത് മുത്താണ് എന്ന് പറയുന്നു. അപ്പൊ നിന്ന് എന്റെ ചിലമ്പിനകത്തുള്ളത് പവിഴമാണ് എന്ന് പറഞ്ഞിട്ട് ആള് കണ്ണകി അത് അവിടെ പൊട്ടിച്ച് കാണിക്കുമ്പോഴും പവിഴം ഇങ്ങനെ ചെതറുമ്പോഴുമാണ് രാജ്ഞിക്ക് രാജാവിന് മനസ്സിലാകുന്നത്, അയ്യോ തെറ്റുപറ്റിയല്ലോ എന്ന്. അപ്പൊ എന്താണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പോയി ചാവടാന്ന് പറഞ്ഞിട്ട് എന്താണ് മുലക്കണ്ണ് പറിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം അതിന്റെ ആ ഒരു കോപാഗ്നിയില് മധുര കൊട്ടാരം രാജ്യം മുഴുവൻ ഇങ്ങനെ കത്തിച്ചാമ്പലായി. അവിടുന്ന് കണ്ണകി ഇങ്ങനെ ദേഷ്യമായിട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അമ്പലത്തിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ മീനാക്ഷി വന്ന് പാർവതി ദേവിയുടെ ഒരു രൂപമായിട്ടാണ് കാണുന്നത്. വന്ന് പറഞ്ഞു, സമാധാനമായിട്ട് എനിക്ക് മോളെ, ഇനിയിപ്പോൾ ഇത് നശിപ്പിച്ചിട്ട് കാര്യമില്ല, കാരണം കത്തിയാൽ എൻ്റെ അമ്പലം കൂടെ കത്തിപ്പോവും, അതുകൊണ്ട് നീ സമാധാനമായിട്ട് തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടു എന്ന് പറയുന്നുണ്ട്. ആ കണ്ണകി കൊടുങ്ങല്ലൂരേക്കാണ് പിന്നീട് പോയത് എന്ന് പറയുന്നു. കൊടുങ്ങല്ലൂർ അമ്മയായി മാറി എന്ന് പറഞ്ഞു. ഇങ്ങനൊരു സിനിമ എങ്ങാണ്ട് പണ്ടിറങ്ങിയിട്ടുണ്ട്. പ്രേംനസീറും KR വിജയും ഒക്കെ അഭിനയിച്ച കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറയുന്ന സിനിമയിൽ ഈ കഥയൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ കൊടുങ്ങല്ലൂരേക്ക് പോകുന്ന വഴി വിശ്രമിക്കാനായിട്ടിരുന്ന സ്ഥലമാണ് ആറ്റിന്റെ കല്ല് എന്ന് പറയുന്ന ആ സ്ഥലവും. അതുകൊണ്ടാണ് ആ പ്രതിഷ്ഠ കണ്ണകിയാണ് എന്ന് പറയുന്നത്. പക്ഷെ കണ്ണകിയാണ് ആ പ്രതിഷ്ഠ ആറ്റുകാൽ അമ്മ എന്ന് വിശ്വസിക്കാൻ എനിക്ക് വലിയ പ്രയാസമാണ്. അതുപോലുള്ള ഒരു സ്ത്രീയെ ദൈവമായിട്ട് കാണേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ കൊടുങ്ങല്ലൂര് അറിയാമല്ലോ നിങ്ങൾക്ക്, വേറെ ഭരണിപ്പാട്ടുകളും അതും ഇതുമൊക്കെ കൊടുങ്ങല്ലൂർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി, അതുപോലുള്ള തെറി ഇവിടെ ആറ്റുകാലും ഉണ്ട്. അതേപ്പറ്റി ഞാൻ പറയാം. അപ്പൊ ഈ ആറ്റുകാല് പൊങ്കാല എന്ന് പറയുന്നത് ഞാൻ ആറ്റുക പൊങ്കാല എന്ന് പറഞ്ഞാൽ അറിയാവുന്നല്ലാതെ എനിക്ക് തോന്നുന്നു 18 19 വയസ്സായപ്പോൾ അമ്മയുടെ കുറച്ച് ബന്ധുക്കളുടെ കൂടെ ഞാൻ ആദ്യമായിട്ട് പൊങ്കാല ഇടാന്ന് പറഞ്ഞ് പോയി. അത് അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു വീടിന്റെ പറമ്പിൽ വെച്ചിട്ടാണ് അത് ഇട്ടത്. ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലം വരെ കുറെ ദൂരം നടക്കാനുണ്ടായി. നടന്നു പോയി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പ്രസാദമൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു. അവസാനം ആ പൊങ്കാല കലവ് എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. അത്രയും കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവും, എല്ലാ വർഷവും നിരന്തരമായിട്ടില്ല. അങ്ങനെ ഞാൻ IPS പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എന്നോട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു, ആറ്റുക പൊങ്കാല 3 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടുമെന്ന്. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് IPS എന്നുള്ള മോഹം വരുന്നത് തന്നെ ഞാൻ പറഞ്ഞല്ലോ 23 വയസ്സ് കഴിഞ്ഞ് 24 വയസ്സാവുമ്പോഴേ അടുപ്പിച്ചാണ്. അപ്പൊ 3 പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പോയി ഇട്ടു, അത് കഴിഞ്ഞ് രണ്ടാമത് പോയി ഇട്ടു. രണ്ടാമത് എനിക്കൊരു ചാൻസ് ഞാൻ എഴുതിയില്ല. മൂന്നാമത് പോയി വീണ്ടും ഇട്ടപ്പോ എനിക്ക് കിട്ടി, IPS കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലൊരു തോന്നലുണ്ടായോ, ആറ്റുകാല അമ്മയ്ക്ക് ഞാൻ 3 പ്രാവശ്യം ഇങ്ങനെ എല്ലാവരും പറഞ്ഞല്ലോ പൊങ്കാല ഇട്ടാല് ആഗ്രഹം സാധിക്കും, എന്താഗ്രഹം ഉണ്ടെങ്കിലും സാധിക്കും എന്നൊക്കെയാണ് പറയാറ്. അപ്പൊ അങ്ങനെ 3 പ്രാവശ്യം ഞാൻ പൊങ്കാല ഇട്ടത് കൊണ്ടായിരിക്കും എനിക്ക് IPS കിട്ടിയെന്ന്. എനിക്ക് ഭയങ്കര ഭക്തിയായി അമ്മയുടെ അടുത്ത്. സത്യം പറഞ്ഞ ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഒരു വിശ്വാസമാണ്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യം അങ്ങനെയാണ് എന്ന് നമുക്ക് സമാധാനം കിട്ടുമല്ലോ, അതാണ് എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ
കല്യാണം നടക്കാൻ വേണ്ടിയിട്ടോ പെൺകുട്ടികളുടെ. അപ്പൊ അമ്മമാര് പോയി 100 അകത്തി പൊങ്കാലയൊക്കെ ഇടും. ഇപ്പൊ മക്കളുടെ കല്യാണം പറയും, അമ്മയുടെ അനുഗ്രഹത്തിൽ കല്യാണം നടന്നു, നമുക്ക് ഇവിടെ ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച് തന്നെ കല്യാണം താലികെട്ട് നടത്താം എന്നൊക്കെ അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. എന്റെ ചേച്ചിയുടെ കല്യാണം താലികെട്ട് ആറ്റുകാൽ അമ്പലത്തിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പൊ അതൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആറ്റുകാൽ ഇപ്പൊ ഈയിടെ പോകാറില്ലാത്തതിന്റെ കാരണവും കൂടെ പറയാം. ഞാനിങ്ങനെ നിരന്തരം ആറ്റുകാൽ പോയി സർവീസിൽ കയറിയതിന് ശേഷം, IPS കിട്ടിയതിന് ശേഷം എപ്പോഴൊക്കെ തിരുവനന്തപുരത്ത് ഞാൻ ഉണ്ടോ അപ്പോഴൊക്കെ ഞാൻ പോയി പൊങ്കാലയിടും. അപ്പൊ ഒരു പ്രത്യേക രീതിയാണ്. കാരണം അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്നുകൊണ്ട്, ആ പറമ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ പൊങ്കാലയിടാം. VVIP ആയിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവിടെ ഉച്ചയ്ക്ക് അമ്പലത്തിലെ തന്നെ സദ്യ അവര് ഗസ്റ്റ് ഹൗസിന്റെ അവിടെ ഒരു സ്ഥലത്തായിട്ട് സദ്യ അറേഞ്ച് ചെയ്യും. നമുക്ക് പോയി അത് കഴിക്കാം, തിരിച്ചു വന്നിരിക്കാം. ആദ്യമായിട്ട് നമ്മുടെ പാത്രത്തിൽ തളിക്കും. അപ്പൊ എന്നോടൊപ്പം എല്ലാ IPS ഓഫീസേഴ്സിന്റെ IAS ഓഫീസേഴ്സിന്റെ ഒക്കെ ഭാര്യമാരാണുള്ളത്. ഓഫീസേഴ്സിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു IPS ഓഫീസറും ഒരു IAS ഓഫീസറും അവിടെ വന്ന് പൊങ്കാലയിടുന്ന ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഏക IPS ഓഫീസർ. ബാക്കി എല്ലാവരും വളരെ സീനിയർ ജഡ്ജിമാരുടെ ഭാര്യമാര്, IASകാരുടെ ഭാര്യമാര്, IPSകാരുടെ ഭാര്യമാര്, സിവിൽ സർവീസുകാരുടെ ഭാര്യമാര്, പിന്നെ പോലീസുകാരൊക്കെ ഡ്യൂട്ടിക്ക് നിൽക്കുമല്ലോ. അപ്പൊ അവരൊക്കെ നമ്മളെ സഹായിക്കും. അങ്ങനെ വലിയ VIP ആയിട്ട് പോയി നിരന്തരം പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നു ഞാന്. അപ്പോഴൊക്കെ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്, അയ്യോ കഷ്ടം, ഞാൻ എന്തുമാത്രം പ്രിവിലേജ് ആണ് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്നതെന്ന്. മറ്റുള്ള ആൾക്കാരെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ വെളിയിൽ വെയിലത്തിരുന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് പൊങ്കാല ഇടുമ്പോൾ നമ്മൾ വളരെ VIP ആയിട്ട് പോയി പൊങ്കാല ഇട്ട് ഭഗവതിയും തൊഴുതിട്ട് വരുന്ന ആ ഒരു ചുറ്റുപാടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ശരി, അത് എൻജോയ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ആദ്യം തന്നെ ഈ വലിയൊരു പൊങ്കാല കലമുണ്ടല്ലോ അമ്പലത്തിന്റെ തന്നെ. അപ്പം മേൽശാന്തി കത്തിക്കുന്ന പൊങ്കാല അടുപ്പിൽ നിന്ന് തിരിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് എന്റെ അടുപ്പിൽ കത്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അതൊക്കെ വലിയ ഭാഗ്യമായിട്ടൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ അങ്ങനെ പൊങ്കാല ഇടുന്ന സമയത്താണ് ഞാൻ ഈ ദേവി ഭടന്മാരെന്ന് പറയുന്ന ഈ കുത്തിയോട്ടത്തിന് വേണ്ടി വരുന്ന കൊച്ചു പയ്യന്മാരെ കണ്ടിട്ടുള്ളത്. കുഞ്ഞുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരുപാട് ഒരുക്കി കെട്ടി താലപ്പൊലി എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്. അത് തീരെ കുഞ്ഞു പാവകളെ ലിപ്സ്റ്റിക് ഇടിച്ച് കിരീടവും വെച്ച് നല്ല നല്ല വേഷം ഇടിച്ച് ശ്രീകൃഷ്ണനെ പോലെ ഒരുക്കി കയ്യിൽ ഇതും വെച്ചിട്ട് താലപ്പൊലി എന്നും പറഞ്ഞിരുത്താനായിട്ട് അമ്മമാരും അച്ഛന്മാരും പിള്ളേരെയും കൊണ്ടുപോയി. തീരെ പൊടി കുഞ്ഞുങ്ങളെ. പിന്നെ കുറെ ആൺപിള്ളേരെ, എനിക്കൊന്ന് 12 വയസ്സിന് താഴെയുള്ള ആൺപിള്ളേരെ, 5 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള 10-100 പേരെ ഒക്കെ കാണും. എനിക്കറിയില്ല, ചില സമയം ഞാൻ 30-40 പേരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരെ കാണുമ്പോഴൊക്കെ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. അയ്യോ പാവം, ഇവരെന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അത് എടുത്തുകൊണ്ട് ഓടുവാണല്ലോ. കുത്തിയോട്ടത്തിന് വേണ്ടി വന്നിരിക്കുന്നു. അവരെ കുറിച്ച് പത്രത്തിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്, അവർ ദേവി ഭടന്മാരാണ്, പ്രതീകമായിട്ട് നിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ രാവിലെ തൊട്ട് വ്രതമാണ്. അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്ന കുറച്ച് ഭക്ഷണമേ കഴിക്കുകയുള്ളൂ, പഴവും അവലും ഒക്കെ കഴിക്കുകയുള്ളൂ. 3 നേരം മുങ്ങിക്കുളിക്കണം. ഒരു തോർത്ത് മാത്രം ചുറ്റിക്കൊണ്ടാണ് നിൽക്കുന്നത്. വളരെ കർശനമായ നിയന്ത്രണങ്ങളുണ്ട് അവർക്ക്. 1008 പ്രാവശ്യം ദിവസവും ഇങ്ങനെ നമസ്കരിക്കണം, ദേവിയുടെ അടുത്ത് പ്രാർത്ഥനകൾ ചൊല്ലണം. അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പൊ കഷ്ടം തോന്നും, പാവം എന്ന് തോന്നും. പക്ഷെ പൊങ്കാലിട്ടുകൊണ്ട് ഓടുന്നതുകൊണ്ട് നമ്മളൊന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ ജയിലില് DGP ആയിട്ടിരിക്കുമ്പോൾ 2017 ഞാൻ ഇതുപോലെ പൊങ്കാല ഇടാൻ പോയപ്പോ എന്റെ കൂടെ അന്ന് ജോലി ചെയ്ത ഒരു ഓഫീസർ എപ്പോഴും സഹായിക്കാൻ വരും, എല്ലാ വർഷവും സഹായിക്കാൻ വരും. ആ വർഷം ആ ഓഫീസറിന്റെ മകൻ കുത്തിയോട്ടത്തിനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം മോനെ നോക്കാൻ പോകാന്ന് പറഞ്ഞ് പോയിട്ട് മോൻ ഭയങ്കര കരച്ചില്, വലിയ സങ്കടം, അവനൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. നന്നായിട്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവനെ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയത്. പക്ഷെ അവന് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു. ഈ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, മാഡം ഈ മോന് കുത്തും ശരിക്കും അവര് വശത്തൂടെ. കുത്തിയോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സൂചി വെച്ചിട്ട് ഒരു കുത്തിയിട്ട് വയറിന്റെ വശത്തൂടെ കുത്തി ഇങ്ങനെ ഒരു നൂലിട്ട് കെട്ടിയിടും. അപ്പൊ അത് ദേവിയുമായിട്ട് ബന്ധിപ്പിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് വല്ലാതെ തോന്നി. ഞാൻ ശരിക്കും കുത്തുവാ, ശരിക്കും സൂചിയിട്ട് കുത്തും. വരുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും വശത്ത് സൂചിയിട്ട് കുത്തും എന്ന് അദ്ദേഹം പറയുമ്പോഴാണ് ഞാൻ സത്യമായിട്ട് അറിയുന്നത്. എനിക്കതൊന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ ആ വർഷം ഞാൻ കുത്തിയോട്ടം നോക്കാന്ന് നോക്കിയപ്പോൾ അത് നമുക്ക് കാണാനൊന്നും സമ്മതിക്കില്ല. കാരണം ചുറ്റും നിന്നുകൊണ്ട് ആളുകൾ ഇങ്ങനെ കൊട്ട് കാണാം. ഭയങ്കര ഉറക്കം, ഇങ്ങനെ മദ്ദളവും തകിലും ഭയങ്കര നാദസ്വരമൊക്കെ വാങ്ങിച്ച് ഭയങ്കര ഒച്ച ഉണ്ടാകും. കാരണം പിള്ളേരുടെ ശബ്ദം അലർച്ച കേൾക്കാതിരിക്കാൻ അവര് ഓരോ പിള്ളേരെ പിടിച്ചിട്ട് കുത്തുമ്പോഴും അവര് കിടന്ന് അലറുമല്ലോ, കിടന്ന് കരയുമല്ലോ. അപ്പൊ ആ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാനായിട്ടാണ് ചെയ്യുന്നത്. ഒരേ സൂചി വെച്ചുകൊണ്ട് ഒരാൾ നിന്ന്, ഒരു പ്രായമായ ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഓരോ പിള്ളേരെ ഇങ്ങനെ മാറി മാറി കുത്തുകയാണ്. എന്നിട്ട് ഈ കുട്ടികള് 7 ദിവസമായിട്ട് ഓൾമോസ്റ്റ് പട്ടിണി കിടക്കുന്ന കുട്ടികള്, വളരെ ചെറിയ ആഹാരം കഴിച്ച് മുങ്ങിക്കുളിച്ച് തണുത്ത് വിറച്ച് അങ്ങനെ നിൽക്കുന്ന പിള്ളേരെ പൊടിയുടെ ഭയങ്കര ചൂടുള്ള സമയമാണ്, പൊടിയുടെ ഇടയിലൂടെ ഇങ്ങനെ കുത്തിയിട്ടിട്ട് അവരൊരു ബെഞ്ചി പിടിച്ചിരുത്തും. എന്നിട്ട് ആ മുറിവും വെച്ചുകൊണ്ട് അവരെ ഒരു 1-2 കിലോമീറ്റർ നടത്തിച്ച് വേറൊരു അമ്പലത്തിൽ കൊണ്ടുപോയി പ്രദക്ഷിണം വെച്ചിട്ട് തിരിച്ചു വരും. വേറെന്തോ ഒരു സിസ്റ്റമാണെന്ന് തോന്നുന്നു അത്.
അപ്പൊ ഒരു കുത്തിയോട്ടത്തിന് എത്ര 4500-500-6000 രൂപ എങ്ങാണ്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപ്പൊ ഈ അമ്മമാരും അച്ഛന്മാരും എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് എനിക്ക് ഓർത്തിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അത് ക്രൈമാണ്, കുറ്റകൃത്യമാണ്. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് കുറ്റകൃത്യമാണ്. എന്തിന്റെ പേരിലാണെങ്കിലും, ഭഗവതിയുടെ പേരിലാണെങ്കിലും, ദൈവത്തിന്റെ പേരിലാണെങ്കിലും, പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും, സ്കൂളിലാണെങ്കിലും, വീട്ടിൽ അന്തരീക്ഷത്തിൽ അച്ചടക്കം പഠിപ്പിക്കാനാണെങ്കിലും കുഞ്ഞുങ്ങളെ ശാരീരിക ഉപദ്രവം ചെയ്യാൻ പാടില്ല, മാനസികമായിട്ട് ചെയ്യാൻ പാടില്ല. അതിന് ചൈൽഡ് റൈറ്റ് ആക്ട് ഒക്കെ ഉണ്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട്, ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ നമുക്കിപ്പോൾ. പക്ഷെ ഈ ആൺപിള്ളേരെ, കുഞ്ഞുങ്ങളെ സൂചി വെച്ച് കുത്തി ചോര വീഴ്ത്തുകയാണ് അവിടെ. അപ്പൊ ഏത് ദേവിക്കാണ്, ഏത് ഭഗവതിക്കാണ് ചോര വേണ്ടത്? പണ്ട് ചെങ്ങന്നൂരുള്ള ചെട്ടിക്കുളങ്ങര അമ്പലത്തില് ഇതുപോലെ കുത്തി ഓട്ടം കൊണ്ടായിരുന്നു. കുറെ ചൂരൽ കുത്തെന്നോ മറ്റാണ് എന്നെ പറയുന്നത്. ചൂരൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തി മുറിവ് ഉണ്ടാക്കി ചോര വീഴ്ത്തിട്ട് ഹൈക്കോടതി അത് തടഞ്ഞു. തടഞ്ഞ ശേഷം 12 കുട്ടികളെയും കൊണ്ട് അച്ഛനമ്മമാര് കുത്തിയോട്ടത്തിന് വന്നിട്ട് ഞാൻ DIGയോ IGയോ മറ്റോ ആയിരുന്നപ്പോഴാണ് കേസെടുത്ത് ഈ അച്ഛനമ്മമാരെ പ്രതികളായിട്ട് കേസെടുത്ത് അതോടുകൂടി അതങ്ങ് നിന്നു ചെട്ടികുളങ്ങരയില്. ആറ്റുകാലില് ഇപ്പോഴും അത് നടക്കുന്നുണ്ടെന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്. എന്നെക്കാളും പേടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് അച്ഛനമ്മമാര് നേരും എന്റെ മോന് വേണ്ടിയിട്ട് കുത്തിയോട്ടം എന്ന് പറഞ്ഞല്ലേ എന്റെ ആൺകുട്ടി ഉണ്ടായ കുത്തിയോട്ടത്തിന് ഇരുത്താമേ ഭഗവതി, അവൻ 5ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ കുത്തിയോട്ടത്തിന് ഇരുത്താമേ, എന്തെങ്കിലും അവന്റെ അസുഖം മാറിയ കുത്തിയോട്ടത്തിന് ഇരുത്തിയേക്കാമേ എന്ന് നേർന്നു കഴിഞ്ഞാല് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ പോകാൻ പറ്റില്ല. അവൻ പറയും എനിക്ക് വയ്യ, എനിക്ക് കുത്തിയോട്ടത്തിന് പോകാനൊന്നും വയ്യ, അവൻ ബഹളം വെച്ചാല് പകരമായിട്ട് വേറെ ഒരാളെ അയക്കാം. അങ്ങനെ ഒരു സിസ്റ്റവും കൂടെ ദേവസ്വം കൊണ്ടുവന്നിട്ട് കുറെ തമിഴ് പിള്ളേര് അവർ ഈ തമിഴ്നാട്ടിൽ നിന്ന് 1000 രൂപ കൊടുത്താല് പയ്യന്മാരെ കൊടുക്കും. പയ്യന്മാർ 1000 രൂപയ്ക്ക് 7 ദിവസം അവിടെ ഇരുന്ന് കുത്തും വാങ്ങിച്ചുകൊണ്ട് പോകും. മോന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ സിസ്റ്റവും കൂടെ ഉണ്ട്. ഇത് എന്തൊരു സിസ്റ്റമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു ചടങ്ങ്? ദേവിക്ക് ഏത് ദൈവത്തിനാണ് രക്തം, കുഞ്ഞുങ്ങളുടെ രക്തം ആവശ്യം? അത് പ്രാചീനമായിട്ടുള്ള ഔട്ട്ഡേറ്റഡ് കസ്റ്റം അല്ലേ? നമുക്കിത് വേണോ? അത് ബലി വേണോ? ചില അമ്പലങ്ങളിൽ കോഴിയെ ബലി കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ. കോഴിയെ അറക്കുക, പശുവിനെ അറക്കുക, ആടിനെ അറക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും കാമാഖ്യ അമ്പലത്തിലൊക്കെ ഉണ്ട്, ആസാമില്. നമ്മുടെ നാട്ടിൽ അത് നിരോധിച്ചു. പക്ഷെ എന്നാലും കോഴികളെ കൊണ്ട് നടക്കിയിരുത്തും, അവസാനം അതിനെ തൂക്കി വെക്കും, വീട്ടിൽ കൊണ്ടുപോയി അർത്ഥം തിന്നും. അതാണ് സാധാരണ ആൾക്കാർ ചെയ്യുന്നത്. പക്ഷെ അതുപോലെ കുട്ടികളെ ചെയ്യുന്നത് പാവമല്ലേ? അപ്പൊ അതുകൊണ്ട് അതും കൂടെ ആയപ്പോഴാണ് ഞാൻ പലയിടത്തും പരാതി അയച്ചു. ഞാൻ DGPയോട് പറഞ്ഞു, മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ദേവസ്വം മന്ത്രിയോട് പറഞ്ഞു, ചൈൽഡ് റൈറ്റ്സ് കമ്മീഷനോട് പറഞ്ഞു, കുറെ പേരോട് പറഞ്ഞിട്ട് അടുത്ത വർഷം ആയപ്പോഴേക്കും 2018 ആയപ്പോഴേക്കും ഇതുപോലെ കുത്തിയോട്ടം വീണ്ടും നടക്കുന്നു, തടയാനായിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നൊരു ബ്ലോഗ് എഴുതി. എനിക്കൊരു ബ്ലോഗ് പോസ്റ്റ് ഉണ്ട്, srilekha.ips@blogspot.com. വിശ്വാസത്തിന്റെ പുറത്ത് നടത്തുന്ന ഈ വാർഷിക കുറ്റകൃത്യം നമുക്ക് തടഞ്ഞേ തീരൂ എന്നുള്ള മട്ടിൽ ഞാൻ അതിനെക്കുറിച്ചൊരു ബ്ലോഗ് എഴുതി. അത് വലിയ വിവാദമായി. അവസാനം അത് മന്ത്രി പോലും എന്നെ തള്ളി പറഞ്ഞു ഈ ഒരു അവസരത്തിൽ അത് പൊക്കിക്കൊണ്ടുവന്നത് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അമ്പലത്തിലെ സകലരും എനിക്കെതിരായി ചർച്ചകളായി. 9 മണി ചർച്ചയിൽ ഇങ്ങനെ പല പല ആൾക്കാർ വന്നിരുന്ന് എന്നെ തെറി വിളിക്കാൻ തുടങ്ങി. ഒരു BJP പ്രവർത്തകൻ പറഞ്ഞു ശ്രീലേഖയുടെ അച്ഛനമ്മമാർക്കെതിരെ കേസെടുക്കണം, കാരണം അവരെ കാത് കുത്തിയില്ലേ. അപ്പൊ അതുകൊണ്ട് അവരുടെ മൂക്കും കുത്തിയിട്ടുണ്ട്. അത് പിന്നെ ഞാൻ ചെയ്തതാണ്, പക്ഷെ അതിപ്പോ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞ ആള് വന്ന് പറഞ്ഞു. കുറെ പ്രശ്നങ്ങൾ എനിക്കെതിരെ ഉണ്ടായി. അവസാനം എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പലരും ചോദിക്കുകയൊക്കെ ചെയ്തു സർക്കാരിന്റെ ലെവലിൽ നിന്ന്. പക്ഷെ ഞാൻ പ്രതികരിക്കാനൊന്നും പോയില്ല. അത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഭരിക്കുന്നത് CPM സർക്കാരാണ്, അവർക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടാവാൻ വഴിയില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എല്ലാവരും അത് മതം ആണല്ലോ, ഹിന്ദുക്കളുടെ വോട്ട് പ്രധാനമല്ലേ, അതുകൊണ്ട് തൽക്കാലം നമ്മളൊന്നും ചെയ്യേണ്ടെന്ന് വെച്ചാൽ 7 വർഷമായിട്ടും ഇപ്പോഴും കുത്തിയോട്ടം ആറ്റുകാലിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 2018-ലും 2019-ലും ഒക്കെ ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് പൊങ്കാല പായസം ഉണ്ടാക്കി. പിന്നെ അതിനുശേഷം അത് നിർത്തി. ഭഗവാൻ, ദൈവം, ദേവി എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രകൃതിയിലാണ്, ചുറ്റുമുള്ളതാണ്. അപ്പൊ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രീതിപ്പെടുത്തി അനുഗ്രഹം വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു ദൈവത്തിനെ എന്തിനാണ് വിളിക്കുന്നത്? നമ്മുടെ സ്വന്തം ഒരു സെൽഫിഷ് ഒരു കാര്യം സാധിക്കാനായിട്ട്, എന്റെ ഈ കാര്യം സാധിക്കണേ, മറ്റേ കാര്യം സാധിക്കണേ. അത് ഞാൻ തന്നെ എന്ത് സെൽഫിഷ് ആയിരുന്നല്ലോ, എനിക്ക് IPS കിട്ടണമെന്ന് പറഞ്ഞ് 3 പ്രാവശ്യം പോയി പൊങ്കാലയിട്ടു എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഭയങ്കര വിട്ടിയായിരുന്നു ഞാനെന്ന്. പക്ഷെ നമ്മളൊരു പ്രയാണമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു പാതയിലൂടെ വന്ന് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ നിങ്ങളെ ആരുടെയും മതവികാരം വ്രണപ്പെടുത്താനോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഇതിൽ നിന്ന് വീണ്ടും ഒരു ചർച്ച ഉണ്ടാക്കാനോ ഒന്നുമല്ല ഞാനിത് പറയുന്നത്. ഇത് ഇങ്ങനൊരു സംഭവം നടന്നതുകൊണ്ട് ഒരു പൊങ്കാല എന്നുള്ള ദിവസം, ഇന്നത്തെ ദിവസം പൊങ്കാലയാണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നി. ദേവി ഇത്രയും നാൾ എന്നോട് ക്ഷമിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്, വാരിക്കോരി അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞതിൽ ദേവിക്ക് എന്നോട് യാതൊരു വിഷമവും ഇല്ല. പണ്ട് ഇതുപോലെ ഗുരുവായൂരും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് പറയാം. പല അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ജനനന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിലും അമ്പലങ്ങളെന്ന് പറഞ്ഞാൽ വളരെ കമേഴ്സ്യൽ അല്ലേ, ഇപ്പോൾ ഭയങ്കര കാശല്ലേ അവിടെ.
പൈസ ഉള്ളവർക്കും ഞാൻ പറഞ്ഞില്ലേ സ്വാധീനമുള്ളവർക്കൊക്കെ മുൻതൂക്കം ഒരു IPS ഓഫീസറിന്റെ IAS ഓഫീസറിന്റെ ഭാര്യമാരൊക്കെ ആയിട്ട് പോകുമ്പോൾ ജഡ്ജിമാരുടെ ഭാര്യമാര് VIP ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പരമപ്രധാനമായിട്ടുള്ള വലിയ ട്രീറ്റ്മെന്റ് അവിടെ ഒരു പൈസ ഇല്ലാതെ. പക്ഷെ ബാക്കി പാവപ്പെട്ടവരൊക്കെ നിന്ന് വലഞ്ഞ് അവർ വിളിക്കുന്ന തെറികൾ കേൾക്കണം. തൊഴാനായിട്ട് അമ്പലത്തിൽ ക്യൂ നിൽക്കുമ്പോൾ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന കേട്ടാൽ കഷ്ടം തോന്നും. അപ്പൊ അങ്ങനെ തെറി വിളിച്ചോണ്ട് പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾ അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നതെന്നും പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സസ്യശാസ്ത്രം.